ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തെല്ലാന്ന് എല്ലാവരുടെയും വിശേഷങ്ങൾ. ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയൊരു നല്ലൊരു റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണുക. കണ്ടിട്ട് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ പിന്നെ നമുക്ക് റെസിപ്പിയിലോട്ടേക്ക് പോയാലോ. ആദ്യം തന്നെ ചിക്കന് ഞാൻ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ക്യൂബാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂണ് സോയ സോസും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു 2 ടീസ്പൂണ് മുളക് പൊടിയും കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയെടുക്കുക. മിക്സ് ആക്കുന്നതിനിടയിൽ 1 ടീസ്പൂണ് കോൺഫ്ലോറും കൂടി ഒന്ന് ആഡ് ചെയ്തേക്കണേ. എന്നിട്ട് പിന്നെ എല്ലാം കൂടി നല്ലോണം ഒന്ന് കൈകൊണ്ട് മിക്സ് ആക്കിയിട്ട് നമുക്കൊരു 3 മണിക്കൂറെങ്കിലും കുറഞ്ഞതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. എങ്കിലും നല്ലോണം ചിക്കന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. നമുക്കതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയോ അല്ലെങ്കിൽ ഒരു പാനോ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് നെയ്യൊന്ന് ചൂടാകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇതിലെ ഓയിൽ കളയേണ്ട ആവശ്യമില്ല. നമുക്ക് വെജിറ്റബിൾസ് ഒന്ന് സോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ആദ്യം ചിക്കന് ഫ്രൈ ആക്കി എടുക്കാം. നമുക്ക് പാർട്ടികളിലും ഡിന്നറായിട്ടും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഈസി റെസിപ്പിയാണ് ഇത്. എൻ്റെ ഈ ഒരു ചാനലിൽ ഒരുപാട് റെസിപ്പീസും കാര്യങ്ങളും ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ. പത്തിലും ദോശയൊക്കെ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ കൂടെ കറിയും വേറെ തന്നെ തയ്യാറാക്കി എടുക്കണം. പക്ഷേങ്കിൽ ഇങ്ങനെ പാസ്ത ഐറ്റംസൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ നമുക്ക് അത്ര പണി തോന്നില്ല. കാരണം അത് പാസ്ത വേവിച്ച് വെച്ചാൽ പിന്നെ അതിൻ്റെ മസാല മാത്രം നമ്മൾ വേറെ തയ്യാറാക്കിയാൽ മതി. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ തയ്യാറാക്കിയാൽ നിങ്ങളുടെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലായാലും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ കുറച്ച് ഫുഡ് എന്തായാലും ഇങ്ങനത്തെ ഫുഡ് ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാകും. അവർക്ക് എന്തായാലും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ചെറിയ ക്യൂബാക്കി കട്ടാക്കിയതുകൊണ്ട് തന്നെ വേഗത്തിൽ വെന്ത് കിട്ടും. ഇനി നമുക്ക് ബാക്കിയുള്ള ചിക്കനും കൂടി അതിലിട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ചിക്കൻ ഒന്ന് ഫ്രൈ ആയി വരേണ്ട സമയമേ ഉള്ളൂ. പിന്നെ എല്ലാം ഷടപടയെന്ന് തീരും. അപ്പോഴത്തേക്കും നമ്മുടെ പാസ്ത വെള്ളവും ഓയിലും ഉപ്പും ചേർത്തിട്ടൊന്ന് വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട്. ഊറ്റി വെക്കുമ്പോൾ അതിന് മുകളിലേക്ക് കൂടി ഒന്ന് പച്ചവെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്താൽ നന്നേ ഉടഞ്ഞു പോകില്ല. ഞാൻ ഇതുപോലെയുള്ള പാസ്തയാണ് എടുത്തിട്ടുള്ളത്. ഏത് പാസ്ത വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഷേപ്പിലുള്ളതാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതവിടെ ഒന്ന് വെള്ളമൊക്കെ ഊറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ടൊരു പാത്രം ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലില്ലേ, അതും എടുത്തിട്ട് അതിലേക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് ഓയിലും കൂടി കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആദ്യം ഒന്ന് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പൊട്ടി മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു 3 ഉള്ളി ഞാൻ ക്യൂബാക്കിയിട്ട് കട്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ചില്ലി ചിക്കനൊക്കെ തയ്യാറാക്കുന്നത് പോലെ. അപ്പോൾ അത് കട്ട് ചെയ്തതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളി വാട്ടാൻ വെക്കുമ്പോൾ നന്നേ ഉടഞ്ഞു പോയി അങ്ങനെയുള്ളൊരു പരുവൊന്നും വേണ്ട. കുറച്ചൊന്ന് ഓയിലിൽ ജസ്റ്റ് ഒന്ന് സോട്ടാക്കി എടുക്കുമ്പോൾ തന്നെ നമുക്ക് ബാക്കിയുള്ളവയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഉള്ളി നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഉള്ളി ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ക്യാപ്സിക്കം, ഒരു വലിയ ക്യാപ്സിക്കവും ക്യൂബാക്കി കട്ടാക്കി വെച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് വെജിറ്റബിളായിട്ട് ആഡ് ഇടുന്നത് ക്യാരറ്റാണ്. ഒരു പകുതി ക്യാരറ്റ് ചെറിയ ക്യൂബാക്കിയിട്ട് തന്നെ കട്ടാക്കി വെച്ചിട്ടുണ്ട്. അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം.
അപ്പോൾ വെജിറ്റബിൾസൊക്കെ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത്രയൊക്കെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് മല്ലിയില കട്ടാക്കിയതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളക് ഇല്ലാതെ ഒരു സംഭവവും ശരിയാവില്ല. അപ്പോൾ ഞാൻ കുറച്ച് എരിവിന് വേണ്ടിയിട്ട് ഒരു വലിയ പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി അതിലേക്ക് സോസസ് ആഡ് ചെയ്യാം. ഒരു ടീസ്പൂണ് സോയ സോസും 2 ടീസ്പൂണ് ടൊമാറ്റോ കെച്ചപ്പും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സോസസൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുക. ഈ സമയം ഇഷ്ടമുണ്ടെങ്കിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഇല്ലേ, അത് ഇട്ട് കൊടുക്കാം. ഒരു 2-3 ടീസ്പൂണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ച ചിക്കന് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഇളക്കി കൊടുക്കാം. ഈ സമയം ഉപ്പ് ചെക്ക് ചെയ്തിട്ട് വേണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഒരു ടീസ്പൂണ് കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ഈ നമ്മുടെ ചിക്കനിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ചും കൂടി വെള്ളമൊന്ന് ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. അപ്പം നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് കുക്കായി വന്നിട്ടാകുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പാസ്തയില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ പാസ്തയൊന്നും പൊട്ടിപ്പോകാതെ മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ട് മെല്ലനെ ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മസാലയൊക്കെ മൊത്തത്തിൽ എത്തുന്ന വിധത്തിൽ നമുക്ക് മിക്സാക്കിയെടുക്കാം. ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ ചില്ലി ചിക്കൻ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് സെർവ് ചെയ്ത് കഴിക്കാവുന്നതാണ്. സൂപ്പർ ടേസ്റ്റിയാണ്. ചില്ലി ചിക്കൻ്റെ എല്ലാം ടേസ്റ്റ് വന്നിട്ടുണ്ട്. നമുക്ക് ഈ പാസ്ത എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരാം. അതുവരേക്കും ബൈ.